നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നോർവേ ചെസ്സിലെ വളരെ രസകരമായിട്ടുള്ളൊരു ടൈ ബ്രേക്ക് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. രണ്ടാം റൗണ്ടിൽ നാക്കാമുറയും കാൾസനും തമ്മിൽ നടന്ന ക്ലാസിക്കൽ ഗെയിം സമനിലയിലായതോടെ ടൈ ബ്രേക്കിലേക്ക് പോവുകയായിരുന്നു. ടൈ ബ്രേക്കിൽ ഒറ്റ ഗെയിം കൊണ്ട് തന്നെ റിസൾട്ട് ഉണ്ടാകണം എന്നതുകൊണ്ട് അർമ്മഘടന എന്ന ഫോർമാറ്റാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ ഫോർമാറ്റിൽ വൈറ്റിന് കൂടുതൽ സമയവും ബ്ലാക്കിന് കുറച്ച് സമയമായിരിക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഗെയിം വിജയിക്കണമെന്നില്ല. ബ്ലാക്കിന് ഒരു സമനില നേടിയാൽ പോലും ഈ ഗെയിം വിജയിക്കാം. ഈ ഗെയിമിൽ നാക്കാമുറ വൈറ്റ് സൈഡും കാൾസൺ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. ഗെയിമിൽ വൈറ്റിന് 10 മിനിറ്റും ബ്ലാക്കിന് 7 മിനിറ്റുമാണ് ഉണ്ടായിരുന്നത്. ഇനി ഗെയിമിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. നാക്കാമുറ നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. റെട്ടി ഓപ്പണിംഗ് ആണ്. കാൾസൺ D5 മൂവ് ചെയ്യുന്നു. വൈറ്റ് G3 ചെയ്തുകൊണ്ട് കിങ്സിൻ്റെ അറ്റാക്ക് സെലക്ട് ചെയ്യുന്നു. ബ്ലാക്കും G6 മൂവ് ചെയ്യുന്നു. ഡബിൾ ഫിംഗർ ടു വേരിയേഷൻ ആണ്. രണ്ടുപേരും ഇവിടെ വേഗം ബിഷപ്പുകളെ കൊണ്ട് ഡെവലപ്പ് ചെയ്ത ശേഷം കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. വൈറ്റ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാം. എന്നാൽ വൈറ്റ് ആദ്യം D4 ചെയ്തുകൊണ്ട് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ G7ലേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം വൈറ്റും ബിഷപ്പിനെ G2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം രണ്ടുപേരും കിങ് സൈഡിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫറാണ്. C4 മൂവ് ചെയ്തുകൊണ്ട് D4 പോണെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോണ വെച്ച് പോണിട്ടാണെങ്കിൽ നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആ പോണെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം C6 ചെയ്തുകൊണ്ട് ആ പോണിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് ക്വീനെ B3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ഡയഗണിലേക്ക് ഒരു കൺട്രോളർ കൊണ്ടുവരുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. പോൺ വെച്ച് പോണിട്ടുന്നു. വൈറ്റ് ക്വീന് വെച്ച് തിരിച്ചുവിട്ടുന്നു. ബ്ലാക്കിനെ ഇപ്പോൾ വേണമെങ്കിൽ ആ ക്വീനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാം. എന്നാൽ കാൾസൺ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള മൂവ് തന്നെ ചെയ്യാണ്. ബിഷപ്പിനെ F5ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കും നൈറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ F4ലേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം നൈറ്റിനെ B6ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ക്വീനെ B3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ കാൾസൺ അടുത്തൊരു അറ്റാക്ക് കൊടുക്കുകയാണ്. നൈറ്റിനെ D5ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ നൈറ്റിനെതിരെയും ബിഷപ്പിനെതിരെയും ഒരുമിച്ച് അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനോട്ടാണെങ്കിൽ ക്വീന് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ക്വീനെതിരെയും D4 പോണിനെതിരെയും ഒരുമിച്ച് അറ്റാക്ക് കൊടുക്കാൻ കഴിയും. ഇവിടെ ഒരു ക്വീൻ എക്സ്ചേഞ്ച് നടന്നാലും ബ്ലാക്കിന് അനുകൂലമായിട്ടായിരിക്കും വരുന്നത്. കാരണം ബ്ലാക്കിന് ഇവിടെ ഒരു സമനില മാത്രം മതി. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. വൈറ്റിന് വേണമെങ്കിൽ ഈ അറ്റാക്കുള്ള ബിഷപ്പിനെ തന്നെ D2ലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യാം. എന്നാൽ വൈറ്റ് ഇവിടെ അങ്ങനെ ഒരു ഡിഫൻസിലേക്കും പോകുന്നില്ല. പകരം ബിഷപ്പിനെ E5ലേക്ക് മുഴുതുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനിട്ടാണെങ്കിൽ നൈറ്റ് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം ആ നൈറ്റിനെ വളരെ നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനൊരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം നൈറ്റ് വെച്ച് നൈറ്റിനോട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചൊട്ടുന്നു. അതിനുശേഷം ബിഷപ്പിനെ E4ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബിഷപ്പ് വെച്ച് ബിഷപ്പിനോട്ടിക്കൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ് വെച്ച് തിരിച്ചുവിട്ടുന്നു. ഇവിടെ വൈറ്റ് റൂക്കിനെ C1ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് C5 ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോണിട്ടുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ D7ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ക്വീനെ B4ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് മുഴുതുകൊണ്ട് ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഈ ആക്റ്റീവ് അല്ലാത്ത ബിഷപ്പിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ H3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് കൂടെ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടാണെങ്കിൽ പോൺ വെച്ച് തിരിച്ചു വെട്ടാം. ഇതോടെ ഇവിടെ ഒരു ഡബിൾ ഡബോണോടെ ആകുമെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. കിങ് സൈഡ് കുറച്ചുകൂടെ സ്ട്രോങ് ആകുകയുള്ളൂ. എന്തായാലും ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ആദ്യം ക്വീനെ C7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് C5 സ്കോറിലേക്ക് ഒരു കൺട്രോളർ കൊണ്ടുവരുന്നു. വൈറ്റ് നൈറ്റിനെ D4ലേക്ക് മൂവ് ചെയ്ത ശേഷം B6 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് അതും അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോണിട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചുവിട്ടുന്നു. ഇതോടെ A2 പോണിനെതിരെ ഡിസ്കവേർഡ് അറ്റാക്ക് വന്നിട്ടുണ്ട്. വൈറ്റ് ആ പോണിനെ സംരക്ഷിക്കുന്നതിനായിട്ട് ക്വീനെ തിരിച്ചുകൊണ്ടുപോയാണ്. ക്വീനെ B2ലേക്ക് കൊണ്ടുവന്ന് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പിനെ D5ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെതിരെ ഒരൊറ്റ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ പോൺ വെച്ച് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് വൈറ്റ് ആദ്യം ഈ C4 സ്കോറിലേക്ക് ഒരു കൺട്രോളർ കൊണ്ടുവരികയാണ്. അതിനായിട്ട് റൂക്കിനെ കൂടെ A4ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ മൂവ് വരുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ഈ C4 സ്കോറിലേക്ക് വൈറ്റിന് ഒരു കൺട്രോളർ കിട്ടുന്നതിനായിട്ട്
വൈറ്റിൻ്റെ ഏറ്റവും നല്ല മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഈ സ്ക്വയറിലേക്കുള്ള കൺട്രോൾ നേടിയെടുക്കുന്നതിനായിട്ട് വൈറ്റ് ഇവിടെ ഒരു സാക്രിഫൈസ് ചെയ്യാണ്. ബിഷപ്പിനെ E6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിന് ഈ ഡയഗണലിലേക്ക് നല്ലൊരു കൺട്രോൾ ഇട്ടിട്ടുണ്ട്. എന്നാൽ ബ്ലാക്കിനിപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് വെച്ച് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് വരികയും ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ റൂക്കിനെ A5ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ B3ലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് ബ്ലാക്ക് E5 കൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ C2ലേക്ക് മൂവ് ചെയ്യുന്നു. അടുത്തായിട്ട് ബ്ലാക്ക് കിങ്സ് എല്ലിലേക്ക് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം H5 മൂവ് ചെയ്യുന്നു. വൈറ്റ് H4 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇപ്പോൾ പോൺ ഇങ്ങോട്ടേക്ക് മാറിയതോടെ ബ്ലാക്ക് നൈറ്റിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാണ്. നൈറ്റിനെ G4ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് F3 മൂവ് കൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്കിനുള്ള സാധ്യത ഉണ്ടെങ്കിലും ബ്ലാക്കിന് ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് വൈറ്റ് ആദ്യം ആ നൈറ്റിനോട് നിന്ന് മാറ്റാണ്. നൈറ്റിനെ A3ലേക്ക് മൂവ് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോഴും നൈറ്റിനെയോ ബിഷപ്പിനെയോ ഈ അറ്റാക്കിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുന്നില്ല. പകരം G5 മൂവ് കൊണ്ട് ഒരു പോണിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണോട്ടാണെങ്കിൽ അടുത്ത പോണിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാം. വൈറ്റ് പോൺ വെച്ച് പോണിട്ടില്ല എങ്കിൽ ആ പോണിനെ പിന്നീട് തടയാൻ കഴിയില്ല. കാരണം ഈ സ്ക്വയറിലേക്ക് നൈറ്റിന് കൺട്രോൾ ഉണ്ട്, ഇവിടേക്ക് ബിഷപ്പിനും കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പാസ്ഡ് പോൺ പിന്നീട് ക്വീനായിട്ട് മാറും. ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാലും റൂക്കിനെ H8ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുത്തുകൊണ്ട് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്കിന് സാധ്യതയുണ്ട്. ഇവിടെ സാക്രിഫൈസ് ചെയ്ത പോണുകൾക്ക് പകരമായിട്ട് അതിശക്തമായിട്ടുള്ള അറ്റാക്കിംഗ് സാധ്യതകളാണ് ബ്ലാക്കിൻ്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇങ്ങനൊരു ഫോർക്ക് കൊടുക്കുന്നത് നല്ല മൂവല്ല. ഇങ്ങനൊരു ഫോർക്ക് കൊടുത്താലും വൈറ്റിന് അതിൽ നിന്ന് അഡ്വാൻറ്റേജ് കിട്ടില്ല. കാരണം ഇവിടെ ഉണ്ടെന്ന പോൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ഡയഗണൽ ഓപ്പൺ ആവും. അതുകൊണ്ട് തന്നെ ക്വീൻ C5ലേക്ക് വന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ കിങ്ങിന് H1ലേക്കോ G2ലേക്കോ മാറേണ്ടി വരും. G2ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് E3ലേക്ക് വന്ന് അടുത്തൊരു ഫോർക്കും ചെക്ക് വരും. അല്ലാതെ H1ലേക്കാണ് മാറുന്നതെങ്കിൽ ഈ പോൺ പിന്നിങ്ങിലാവും. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഇവിടെ പല രീതിയിൽ മുന്നോട്ട് പോകാം. ഒന്നുകിൽ ഈ പിന്ന് നിലനിർത്തിക്കൊണ്ട് ബിഷപ്പിനെ എങ്ങോട്ടേക്കെങ്കിലും മാറ്റിയാൽ മതി. അല്ലെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ പോൺ വെച്ച് പോൺ എടുത്തുകൊണ്ട് ഈ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യാം. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോൺ വെച്ച് പോൺ എടുത്തുകൊണ്ട് ഈ പ്രധാനപ്പെട്ട രണ്ട് സ്ക്വയറുകളും പോൺ വെച്ചുകൂടെ കൺട്രോൾ ചെയ്യാം. അതിനുശേഷം ക്വീനെ കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു അറ്റാക്കിനുള്ള സാധ്യതയുണ്ട്. ഈ വേരിയേഷനിലും നഷ്ടപ്പെട്ട പീസുകൾക്ക് പകരം ബ്ലാക്കിന് വളരെ സ്ട്രോങ് ആയിട്ട് രണ്ട് പാസ്ഡ് പോണുകൾ കിട്ടിയിട്ടുണ്ട്. പോരാത്തതിന് ഇപ്പോഴും ഈ നൈറ്റിനെതിരെ രണ്ട് പീസുകൾ വെച്ച് അറ്റാക്കും ഉണ്ട്. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഈ പോൺ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പോൺ വെച്ച് ഇങ്ങനൊരു ഫോർക്കിനോ ശ്രമിക്കുന്നില്ല. പകരം ഈ നൈറ്റിനെ വീണ്ടും ഇങ്ങനൊരു ഫോർക്കിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ C4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ കാൾസൺ ഇവിടെ ഏകദേശം എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ റൂക്കിനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നില്ല. പകരം പോൺ വെച്ച് പോണിനെടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് ആദ്യം പോൺ വെച്ച് തിരിച്ചു വിട്ടാം. അതിനുശേഷം ബ്ലാക്കിൻ്റെ ഈ H4ലെ പോൺ വൈറ്റിന് വലിയൊരു തലവേദനയായിട്ട് മാറും. കാരണം ഇപ്പോൾ കിങ്ങിന് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ സ്പേസ് ഇല്ല. ഈ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ ക്വീൻ F7ലേക്ക് വന്ന് ആ പോണിനെതിരെ അറ്റാക്ക് വരുന്നതോടെ ആ അറ്റാക്ക് വളരെ സ്ട്രോങ് ആവും. അല്ലാതെ പോൺ വെച്ച് പോണിട്ടതിന് പകരം റൂക്കിനെ മാറ്റിക്കൊണ്ട് കിങ്ങിന് ചുള്ള സ്പേസ് ഉണ്ടാക്കിയാലും നേരത്തെ കണ്ടപോലെ ബ്ലാക്കിൻ്റെ പോൺ പാസ്ഡ് പോണായി മാറുകയും ഇങ്ങനെ അറ്റാക്ക് വരികയും ചെയ്യും. അപ്പോഴും ഫോർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ക്വീനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോഴും പോൺ വെച്ച് പോണോട്ടാനോ അല്ലെങ്കിൽ നൈറ്റ് വെച്ച് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. പകരം ആ ഫോർക്കിലേക്ക് തന്നെ പോവുകയാണ്. F4 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെയും നൈറ്റിനെയും ഫോർക്ക് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ക്വീനെ C5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ H1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ നേരത്തെ കണ്ടപോലെ ആ ഫോർക്ക് ചെയ്ത പോൺ പിന്നിങ്ങിലായിരിക്കുകയാണ്. കാൾസൺ ആ പിന്ന് നിലർത്തിക്കൊണ്ട് തന്നെ ബിഷപ്പിനെ A8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നതിന് പകരം ഈ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ല മൂവ്. ഇങ്ങനെ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുമ്പോൾ എന്തായാലും ഈ പിന്നുള്ളതുകൊണ്ട് പോൺ വെച്ച് നൈറ്റിനോട്ടാൻ പറ്റില്ല. പോൺ വെച്ച് ബിഷപ്പിനൊട്ടിയാലും വേറെ പ്രശ്നമില്ല. B5 കൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ ആ നൈറ്റിന് സേഫായിട്ട് പോകാൻ അധികം സ്കോറുകളൊന്നുമില്ല. D2ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് പോൺ വെച്ച് G3ലെ പോൺ എടുക്കാം. ഇതോടെ ഈ F2 സ്ക്വയറിലേക്ക് ബ്ലാക്കിന് ഒരു കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പോണിനെ കൂടെ മുന്നോട്ട് കൊണ്ടുവരാനോ റൂക്കുകൾക്ക് ഓപ്പൺ ഫയൽ നേടിയെടുത്ത ശേഷം വളരെ ശക്തമായിട്ട് അറ്റാക്ക് കൊടുത്തുകൊണ്ട് വിജയിക്കാനും ബ്ലാക്കിന് കഴിയും.
എന്നാൽ ഇവിടെ ബ്ലാക്ക് ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റിയതോടെ വൈറ്റ് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. നൈറ്റ് വെച്ച് റൂക്കിനെ ഒട്ടുന്നു, ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചൊട്ടുന്നു. ഇപ്പോഴും ഈ പിൻ നിലനിൽക്കുന്നതുകൊണ്ട് വൈറ്റിന് പോൺ വെച്ച് നൈറ്റിനോട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് E4 മൂവ് കൊണ്ട് ആ പോണിനെ പിന്നിങ്ങിൽ നിന്നും ഒഴിവാക്കുന്നു. എന്നാൽ കാൾസൺ ഇപ്പോഴും ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നില്ല. വീണ്ടും മികച്ചൊരു മൂവാണ് ചെയ്യുന്നത്. പോൺ വെച്ച് G3 പോണിനെടുത്തുകൊണ്ട് ആ നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. എന്നാൽ വൈറ്റിനിപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മൂവിൽ ബിഷപ്പ് വെച്ച് E4 പോണിട്ട് ചെക്ക് വരും. ഇപ്പോൾ കിങ്ങിനെ എങ്ങോട്ടേക്കും മൂവ് ചെയ്യാൻ കഴിയില്ല. ഒന്നുകിൽ റൂക്ക് വെച്ചോ അല്ലെങ്കിൽ ക്വീൻ വെച്ചോ ചെക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. റൂക്ക് വെച്ച് ബ്ലോക്ക് ആണെങ്കിൽ ബിഷപ്പ് വെച്ച് റൂക്കിനെ ഒട്ടി അതേ ചെക്ക് തന്നെ വരും. അതുകൊണ്ട് എന്തായാലും ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരികയും ക്വീൻ നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോഴും ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ D5 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ഇതിപ്പോൾ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ ഡിംഗ്ലറിന് സംഭവിച്ച അതേ അവസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ബിഷപ്പിന് ഇപ്പോൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെതിരെ അറ്റാക്കും ഉണ്ട്. അതുകൊണ്ട് കാൾസൺ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഒട്ടുന്നു, വൈറ്റ് പോൺ വെച്ച് തിരിച്ചൊട്ടുന്നു. ഇപ്പോൾ ഈ പോണിനെ വീണ്ടും പിൻ ചെയ്യിക്കുന്നതിനായിട്ട് ബ്ലാക്ക് ക്വീൻ വെച്ച് പോൺ ഇട്ടിരിക്കുകയാണെങ്കിൽ റൂക്ക് വെച്ചോ പോൺ വെച്ചോ ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഈ ഡയഗണലുകളെ കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ ക്വീനെ G2 കൊണ്ടുവന്ന് ആദ്യം ഈ പിൻ ഒഴിവാക്കുക. ഇതോടെ വീണ്ടും ഈ നൈറ്റ് അറ്റാക്കിലാകും. ഇപ്പോൾ നൈറ്റ് വെച്ച് ഇങ്ങനൊരു ഫോർക്ക് വന്നാലും പ്രശ്നമില്ല. ഒരു ചെക്കോടുകൂടി ആ G3 പോൺ വിട്ടെടുക്കാനും കിങ് ചെക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറുമ്പോൾ ഈ അറ്റാക്കുള്ള റൂക്കിനെ കൂടെ രണ്ടാം നിലയിലേക്ക് കൊണ്ടുവന്ന ശേഷം കിങ്ങിനെ പൂർണ്ണമായും കവർ ചെയ്യാനും വൈറ്റിന് സാധിക്കും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ക്വീൻ വെച്ച് പോൺ കിട്ടുന്നില്ല. പകരം അറ്റാക്കുള്ള നൈറ്റിനെ E3 കൊണ്ടുവന്ന് വൈറ്റിന്റെ റൂക്കിനെയും പോണിനെയും ഫോർക്ക് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് റൂക്കിനെ G1 കൊണ്ടുവന്ന് G3 പോണിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് H4 മൂവ് കൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റും C4 മൂവ് കൊണ്ട് ആ പോണിന് സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ D4 കൊണ്ടുവന്ന് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഇത്തവണ വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീൻ വെച്ച് ക്വീനോട്ടുന്നു, ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചോട്ടുന്നു. അതിനുശേഷം വൈറ്റ് പാസ്റ്റ് പോണിനെ D6 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ B8 കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ റൂക്കിനെ B8 കൊണ്ടുവരുന്നതിന് പകരം D8 കൊണ്ടുവരികയാണെങ്കിൽ അടുത്ത പോൺ വെച്ച് പോണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് റൂക്കിനെ B8 കൊണ്ടുവരുന്നു. വൈറ്റ് റൂക്കിനെ B1 കൊണ്ടുവന്ന് ഒരു റൂക്ക് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഇനി കാൾസിന് 13 സെക്കൻഡുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഗെയിമിൽ ഇപ്പോഴും രണ്ടുപേർക്കും തുല്യ സാധ്യതകൾ തന്നെയാണ് ഉള്ളത്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനൊരു റൂക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ വൈറ്റിന് വലിയ പ്രശ്നങ്ങളൊന്നും അല്ലാതെ ഇതിലൊരു പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. ബ്ലാക്കിന് ഇപ്പോൾ തന്നെ നൈറ്റ് വെച്ച് ഈ C4 പോണെതിരെ ഒരു അറ്റാക്ക് ഉണ്ട്. റൂക്കിനെ C8 കൊണ്ടുവന്ന് ആ പോണെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊടുക്കാൻ കഴിഞ്ഞാൽ ബ്ലാക്കിന് ഈ ഗെയിം സമനിലയിലാക്കാൻ കഴിയും. ഗെയിമിൻ്റെ ഫോർമാറ്റ് ഇതായതുകൊണ്ട് കാൾസിന് ജയിക്കാൻ ഒരു സമനില മതി. ഇവിടെ ഇപ്പോൾ വൈറ്റ് റൂക്കിനെ കൂടെ C1 കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് റൂക്ക് വെച്ചോ നൈറ്റ് വെച്ചോ വെട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. കിങ്ങിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവന്ന് ഈ പോണുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ നിന്നും തടയാൻ കഴിയും. അല്ലാതെ ആദ്യം തന്നെ പോൺ വെച്ച് റൂക്കിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ റൂക്ക് വെച്ച് ആ പോണിനെ ബ്ലോക്ക് ചെയ്യാം. അല്ലാതെ ആദ്യം തന്നെ റൂക്ക് വെച്ച് D7 പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നൈറ്റ് വെച്ച് ഈ C4 പോണിനെ എടുക്കുക. അല്ലാതെ ഇവിടെ ഇപ്പോൾ പോൺ വെച്ച് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നത് പകരം ആദ്യം തന്നെ റൂക്കിനെ B7 കൊണ്ടുവന്ന് ഈ സ്ക്വയർ കൺട്രോൾ ചെയ്ത ശേഷം പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ റൂക്ക് വെച്ച് C4 പോണിനെ എടുക്കുക. ഇപ്പോൾ പോണിനെ മുന്നോട്ട് കൊണ്ടുവന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഇനി ആ പോണിനെ തടയേണ്ട ആവശ്യമില്ല. റൂക്കിനെ C2 കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ എന്തായാലും വൈറ്റിന് ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആവും. അങ്ങനെ ചെക്ക് വരുമ്പോൾ കിങ്ങിന് മൂവ് ചെയ്യുന്ന സ്പേസ് ഉണ്ടാക്കുന്നതിനായിട്ട് റൂക്കിനെ കൂടെ ഇവിടെ നിന്ന് മാറ്റുകയാണെങ്കിലും ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ചെക്കുകൾ കൊടുത്തുകൊണ്ട് ഈ ഗെയിം സമനിലയാക്കാൻ കഴിയും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇങ്ങനെ എങ്ങനെ നോക്കിയാലും ഒരു സമനിലയിലേക്കാവുന്ന പൊസിഷനായിരുന്നു ഇത്. എന്നാൽ ഇവിടെ കാൾസിൻ്റെ ഭാഗത്തു നിന്നും ഒരു മിസ്റ്റേക്ക് സംഭവിക്കുകയാണ്. കാൾസിന് ഇപ്പോൾ റൂക്കിനെ C8 കൊണ്ടുവരുന്നില്ല. പകരം D8 കൊണ്ടുവന്ന് D6 പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് C5 ഇതുകൊണ്ട് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്ങിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ നാക്കാമുറ വളരെ മികച്ചൊരു മൂവയാണ്. C6 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ ആ പോൺ മുന്നോട്ട് വരികയും ഇതിലൊരു പോൺ ക്വീനായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാണ്. റൂക്ക് വെച്ച് പോണിട്ട് എടുത്തുകൊണ്ട് C6 പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് C7 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക്
റൂക്കിനെ C6 കൊണ്ടുവന്ന് ആ പോണിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ C1 കൊണ്ടുവന്ന് ഒരു റൂക്ക് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. കാൾസൺ വളരെ മികച്ച രീതിയിൽ തന്നെ ഈ പ്രശ്നം സോൾവ് ചെയ്യാണ്. നൈറ്റിനെ C4 മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഈ സമയത്ത് നാക്കാമുറയുടെ ഭാഗത്തു നിന്നും വളരെ മികച്ചൊരു മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. റൂക്കിനെ A7 കൊണ്ടുവന്ന് ആ പോണിന് ഒരു സപ്പോർട്ടോടെ കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ കിങ്ങിനെ കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ ഒഴിവാക്കിയ ശേഷം പോണുകൾ മുന്നോട്ടുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ വൈറ്റ് ഇവിടെ അങ്ങനെ ഒരു അവസരം ബ്ലാക്കിന് കൊടുക്കുന്നില്ല. ഇവിടെ ഒരു സാക്രിഫൈസ് ആണ് ചെയ്യുന്നത്. റൂക്കിനെ B6 മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിൻ്റെ റൂക്ക് ഇപ്പോൾ പിന്നിങ്ങിലത് കാരണം എങ്ങോട്ടേക്ക് മാറാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ നൈറ്റ് വെച്ച് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റൂക്ക് വെച്ച് ചെയ്യാം. കാൾസൺ ഇവിടെ റൂക്ക് വെച്ചാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. റൂക്ക് വെച്ച് റൂക്കിനിട്ട് എടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് പോണിനെ പ്രൊമോട്ട് ചെയ്ത് കിവനാക്കിയതോടെ കാൾസൺ തോൽവി സമ്മതിക്കുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ റൂക്ക് വെച്ച് റൂക്കിനിട്ടതിന് പകരം നൈറ്റ് വെച്ച് വിട്ടാലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ C8 നൈറ്റിന് കണ്ടുള്ളതുകൊണ്ട് ഇപ്പോൾ തന്നെ പ്രൊമോട്ട് ചെയ്യണമെന്നില്ല. ആദ്യം റൂക്ക് വെച്ച് റൂക്കിനിട്ടുകൊണ്ട് ഫോർക്കും ചെക്ക് കൊടുക്കുക. കിങ് എങ്ങോട്ട് തന്നെ മാറിയാലും ആദ്യം നൈറ്റിനെ ഇട്ടെടുക്കുക. ഇനിയിപ്പോൾ പോണിനെ പ്രൊമോട്ട് ചെയ്യണമെന്നില്ല. ആദ്യം റൂക്കിനെ H6 കൊണ്ടുവന്ന് ഈ പാസ് പോണിനെ ഇവിടുന്ന് ഒഴിവാക്കുക. അതിനുശേഷം ഈ D5 പോണിനെ ഒഴിവാക്കാനും വൈറ്റിന് ഗെയിം വിജയിക്കാനും കഴിയും. എന്തായാലും ഓരോ മൂവിന് പിന്നിലും ഒരുപാട് ഉദ്ദേശങ്ങളുള്ള വളരെ മികച്ചൊരു ഗെയിമായിരുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.